നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് നീ കുടിച്ചു കഴിഞ്ഞാ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ തലയുടെ വെളിവങ്ങ് പോകും. പിന്നെ ഒന്നും നിന്റെ കൺട്രോളിൽ നിൽക്കില്ല രാജു. അതിലും വലിയ എന്ത് കാര്യമാ നിനക്ക് എന്നോട് പറയാനുള്ളത്? വർമ്മ സാറ് പറയാൻ പോകുന്നതിലും പ്രധാനപ്പെട്ട ഒരു കാര്യ. ഞാൻ ആദ്യം വന്ന അതിഥികളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. എന്താണെന്ന് വെച്ചാ നീ അതിനുശേഷം എന്നോട് പറഞ്ഞാ മതി. നിങ്ങളെ എല്ലാവരും ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചപ്പോ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, വരണമെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്ത് ഫംഗ്ഷനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് എന്റെ മകൾ ഋതികയുടെയും രാജുവിന്റെയും വെഡിങ് റിസപ്ഷനാണ്. ചടങ്ങുകൾ അല്പം നേരത്തിനാൻ തുടങ്ങും. ഹലോ സാർ. അല്ല, ഞാൻ വീട്ടിലായിരുന്നു. പറഞ്ഞോളൂ സാർ. ശരിട്ടാ, രാജു വന്നിരിക്കും. തെണ്ടിയുടെ ഇരിപ്പ് കണ്ടില്ലേ? ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവനെന്ന്. വേണുട്ട, ആരും ഒന്നും അറിയാൻ പാടില്ല. രാജുവിന്റെ ഋതികമോളുടെയും വിവാഹം കഴിഞ്ഞതായി തന്നെ ഇരിക്കണം. രാജു എന്ന് പ്രതാപേട്ടനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്. മാഡം ധൈര്യമായിട്ട് നോക്കോ. എന്റെ മകൻ വർമ്മ സാറിന്റെ മുമ്പിൽ വാ തുറക്കില്ല. ഇതെന്റെ വാക്കാ. അതിനുശേഷം നമുക്ക് അവരെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ശരി മാഡം. അതെ, ഇത് രാജുവിന് ഋതിക്കുള്ളതാണോ? അതെ, ഇത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഓക്കെ, വാ. ഹലോ, ജ്വല്ലറിന്നോ? ഏത് ജ്വല്ലറിന്ന്? അല്ല, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കായിരുന്നു. ഹലോ, ഹലോ, ഹലോ. അമ്മ കറക്റ്റ് സമയത്തിന് കൃത്യമായി ഇടപെട്ടു. ഇനി എന്റെ പണി തുടങ്ങാം.
ഇത് മദ്യം മാത്രം മിക്സ് ചെയ്ത ജ്യൂസ് അല്ല രാജു. ഞാനിതിലൊരു പച്ചമരുന്ന് കൂടി കലക്കിയിട്ടുണ്ട്. ഇത് നീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ നിന്റെ തലയുടെ വെളിവങ്ങ് പോവും. പിന്നെ ഒന്നും നിന്റെ കൺട്രോളിൽ നിൽക്കില്ല രാജു. അങ്ങനെ ചെക്കന്റെ വീട്ടിൽ നിന്ന് ആരും വരാതിരിക്കുന്നത് മര്യാദയാണോ ശേഖരൻ സാറേ? ചേച്ചിയുടെ സ്വഭാവവും ചേച്ചിയുടെ പെരുമാറ്റമൊക്കെ ഒരു പ്രത്യേക രീതിയില്. ഞങ്ങൾ 2 ആൺമക്കളെക്കാളും ഒരുപാട് കൊഞ്ചിച്ച അച്ഛനും അമ്മയും ചേച്ചിയെ വളർത്തിയത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞ ദയവ് ചെയ്ത് വേണ്ടിട്ടത് കാര്യമാക്കരുത്. ചേച്ചിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ഇവിടേക്ക് വരാതിരിക്കരുത്. രാധമ്മയോട് ഞാൻ നേരിട്ട് വന്ന് എല്ലാ കാര്യവും പറഞ്ഞോളാം. രാജു ഋതികയെ വിവാഹം കഴിച്ചത് സത്യത്തിൽ എനിക്കും യാമിനിക്കും മോക്കും വലിയ സന്തോഷമാണ്. ചേട്ടനി വിവാഹം അംഗീകരിച്ച പിന്നെ നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വേണം കേട്ടാ. രാജു മിടുക്കന് ഋതുമോളെ അവൻ പൊന്നുപോലെ നോക്കും. ഞങ്ങൾക്ക് അത് മതി. എല്ലാവരും ഋതികാമാഡത്തിന്റെ ഭർത്താവായി രാജുവിനെ അംഗീകരിച്ചു. പക്ഷെ എന്റെ മകന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമല്ല. ആ കാര്യം വർമ്മ സാറിനോട് തുറന്ന് പറഞ്ഞ പാവം ഋതിക മാഡം എല്ലാം എന്റെ തെറ്റാ. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വളർന്നു വന്ന അവനെ സത്യത്തിന് വിപരീതമായി ഒന്നും ചെയ്യരുന്ന് പഠിപ്പിച്ചത് ഞാനാ. എന്താ വേണോട്ട്? ശേഖരൻ സാർ ഇങ്ങനെ എന്റെ ചേട്ടാന്ന് വിളിക്കില്ലേ? പിന്നെ വേണോട്ടിന് ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറയാതെ ഇങ്ങ് വന്നേ. ശേഖര, ചെക്കനും പെണ്ണിനുള്ള ജ്യൂസ് എടുക്കാൻ പോയ യാമിനി എവിടെ? അവള് കിച്ചണിലില്ലേ? ഇല്ല. ഞാൻ പോയി നോക്കാം. ആ, അവളാണെന്ന് തോന്നുന്നു. പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. നീ പോയേ അവളെ വിളിച്ചോണ്ട് വാ. ഞാൻ പോയി അവളെ വിളിച്ചോണ്ടുവരാം. ചേച്ചി അവർക്കുള്ള ജ്യൂസ് എടുത്ത് കൊടുക്ക. ഏയ്, അത് ശരിയാവില്ല. അവർക്കുള്ള ജ്യൂസേ യാമിന് തന്നെ കൊടുക്കട്ടെ. അവൾക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷം. ശരി വേണോട്ടാ, ഞാനിപ്പോ വരാം. ശരി. അല്ല, രാജുവിന്റെ അച്ഛൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? വന്നിരിക്കേ. സാരമില്ലേ മാഡം, ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാജുവിന്റെ അച്ഛൻ ജ്യൂസ് കുടിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.